ഒരു സമാധാനപരമായിട്ട് MLA ഓഫീസ് പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ നീതി ന്യായ വ്യവസ്ഥയൊക്കെ കയ്യിലേന്തി നിങ്ങളൊക്കെ പറയുന്ന പോലെ നിയമനീതി നടപ്പിലാക്കാൻ പോയാലേ എവിടെ എത്തും നമ്മുടെ സമൂഹം? അതിനല്ലേ അവർ നിയമപരമായി പറയട്ടെ. താങ്കൾക്ക് എന്ത് ഇത്ര വേവലാതി? എന്താ റിപ്പോർട്ടർ ചാനലിന് അജണ്ട? ഞാൻ ചോദിക്കട്ടെ കുട്ടി, ഒരു നിയമം ഒരു പരാതി കൊടുത്തു, പരാതി അന്വേഷിക്കുന്ന റിപ്പോർട്ടർ ചാനലിലെ ആളാണോ? അവരാണ് അന്വേഷിക്കേണ്ടത്. കേരളത്തിലെ പോലീസിന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്താ ഇതിനു മുമ്പേ ഞാൻ ചോദിക്കട്ടെ, മുകേഷ് MLAക്കെതിരെ പരാതിയും കേസും അറസ്റ്റും നടന്നിട്ട് അദ്ദേഹം സുഖമായി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ റിപ്പോർട്ടർ ചാനലിലെ വായനാക്ക എവിടെയായിരുന്നു? ഞാൻ അതിനൊന്നും താരതമ്യം ചെയ്യുന്നില്ല. ഇല്ലല്ല, ഞാൻ ഇതിനൊന്നും താരതമ്യം ചെയ്യുന്നില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അതൊന്നും അറിയാം. എന്റെ പ്രതികരണമാണോ നിങ്ങളുടെ അഭിപ്രായം എന്റെ അടുത്ത് അടിച്ചേൽപ്പിക്കലാണോ? കുറച്ച് മാന്യത കാണിക്കും. നിങ്ങൾ മാധ്യമ പ്രവർത്തകരാ. ഒരാൾ ചോദിക്കും, ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് അങ്ങനെ മറുപടി. ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ടർ ചാനൽ പറ, നിയമപരമായിട്ടൊരു വ്യവസ്ഥയിൽ ഒരു പരാതി കൊടുത്തു, ആ പരാതി അന്വേഷിക്കാൻ ഇവിടെ പോലീസ് ഉണ്ടല്ലോ, ആഭ്യന്തര വകുപ്പുണ്ടല്ലോ, ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിന് സ്വാഗതം ചെയ്യുന്നു. അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ആരും ഒളിവ് പോയില്ല, അത് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അതൊക്കെ അയാളോട് പോയി ചോദിക്കും. ഞാൻ നിർത്തി, അയാളോട് പോയി ചോദിക്കും. ഈ വിഷയത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും പറയുന്നത്, ഒന്ന് സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയുന്നു, ഒന്ന് DYSPയെ കുറിച്ച് പറയുന്നു. ഇതിലൊക്കെ ഉപരി യാഥാർത്ഥ്യമല്ലേ മക്കളെ? നിങ്ങൾ ഈ കോൺഗ്രസിന്റെ മേത്ത് മാത്രം കയറേണ്ട കാര്യമില്ല. സ്വർണ്ണക്കൊള്ളയും DYSP വിഷയമൊക്കെ വലിയ വാർത്ത തന്നെയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതേസമയം തന്നെ രാഹുൽ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതിൽ കോൺഗ്രസ് ഇരക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പം? അതെ, നിങ്ങളുടെ ഒരു വ്യാഖ്യാനത്തിനൊന്നും മറുപടി പറയാൻ കിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് പരാതി നൽകിയാൽ അത് പരിശോധിച്ച് നടപടിയെടുക്കേണ്ടത് അത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചോദിച്ചാൽ മതി. നിങ്ങൾ ആരെ കൂടെ? നിങ്ങളിപ്പോ ചോദിച്ച രണ്ടുപേരില്ലേ? എനിക്ക് നിലപാടുണ്ട്. ഈ സംസ്ഥാനത്തും രാജ്യത്തും നിയമനിർമ്മാണം ഉണ്ടാക്കിയ കോൺഗ്രസ് പാർട്ടി നിയമനിർമ്മാണ സഭയിലെ ഒരംഗം എന്നുള്ള നിലയ്ക്ക് ഏതൊരു വ്യക്തിയും പരാതി പറയുകയാണെങ്കിൽ, ആർക്കെതിരെയാണെങ്കിലും അത് അന്വേഷിച്ച് നിഷ്പക്ഷമായ നടപടി സ്വീകരിക്കണം പോലീസ് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ നിങ്ങൾ ഫോറൻസിക് ടെസ്റ്റ് നടത്തുക. ഓക്കെ, വളരെ ഗൗരവത്തിൽ. അത് മതി, ഞാൻ പോട്ടെ, എന്റെ പരിപാടികളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വഴങ്ങി തന്നില്ലേ? ക്ഷണിക്കാതെ വന്ന നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വഴങ്ങി തന്നില്ലേ? ഇനി ബാക്കി ചോദ്യമൊക്കെ മറ്റുള്ളവരോടൊക്കെ ചോദിക്കും. ഒരു കാര്യം വേണ്ട, റിപ്പോർട്ടറിന്റെ നിലപാട് അദ്ദേഹത്തിനോട് പറഞ്ഞു, അരുൺകുമാറിനോട് പറഞ്ഞു. അരുൺകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിലും നന്നായിട്ട്. എന്റെ ബ്രദറെ, താനൊരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി വന്നു വെച്ചോ, എന്താ ചെയ്യേണ്ടത് പോലീസ്? ഇദ്ദേഹം ന്യൂസ് മലയാളത്തിന്റെ റിപ്പോർട്ടർ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി വരികയാണ്. എന്താ ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, എന്റെ ദേഹത്തിന് കൈരളിക്കാരെ ചൂടാവണ്ട. അത് ഞാൻ ന്യൂസ് മലയാളക്കാരോട് ചോദിക്കും. താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാൻ അധികാരമുണ്ട്. അല്ല, ഒരു പരാതി ന്യൂസ് മലയാളത്തിന്റെ റിപ്പോർട്ടർക്കെതിരെ സ്ത്രീ കൊടുത്തു, എന്താ നടപടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞോ? എന്താ ചെയ്യേണ്ടത് പറ. താങ്കൾ എന്താണെന്നറിയോ? എന്താ വേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, കൈരളി ചാനലിന് ഒരു പ്രത്യേക അഭിമുഖം കൊടുക്കട്ടെ. ഒരു മിനിറ്റ് മാറ്റി. അതായത് നിങ്ങൾ പറഞ്ഞ ഇത്രയും തെളിവുകൾ, പിന്നെ പോലീസിന് എന്താ പണി? നിങ്ങളെ പോലീസിന് എന്താ പണി? 3 മാസം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഒരു തെളിവ് കിട്ടില്ല. ഇന്നലെ പരാതി കിട്ടിയപ്പോ വലിയ പൊക്കി പിടിച്ച് വരികയാണ് കൈരളി. അന്വേഷിക്കും, നിങ്ങളുടെ പോലീസല്ലേ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണോ? നിങ്ങൾ എന്താ അവര് വിശ്വാസമില്ലേ? എന്നോടാ ചോദിക്കണ്ടേ? മുഖ്യമന്ത്രി പിണറായി വിജയനോട് പോയി ചോദിക്കും, തെളിവുകൾ ഉണ്ടായിട്ട് എന്താ ചെയ്യണമെന്ന്. 3 മാസമായിട്ട് അന്വേഷിച്ച ആഭ്യന്തര വകുപ്പിന്റെ ഉടമസ്ഥൻ, 3 മാസമായിട്ട് അന്വേഷിച്ച ആഭ്യന്തര വകുപ്പിന്റെ ഉടമസ്ഥൻ പിണറായി വിജയനാ മുഖ്യമന്ത്രി. അത് നിങ്ങൾ മറന്നോ? കൈരളി ചാനലുകാർ, ഞാനാണ് ആഭ്യന്തരമന്ത്രി. എന്നോടാണോ തെളിവുകൾ ഉണ്ടായിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കാം. ഞാൻ എന്താ പോലീസ് ഓഫീസറോ? നിയമപരമായും സാങ്കേതികമായുള്ള കാര്യങ്ങൾ പലതും പൊതുസമൂഹത്തിലുള്ള ഒരു വിഷയമാണ്. നിങ്ങൾ പറയുന്ന പ്രകാരം ഒരുപാട് ഓഡിയോകൾ ഇറങ്ങി 2-3 മാസമായി. എന്താ പോലീസ് കേസെടുക്കാൻ? ആരെടുത്തു? എന്തെങ്കിലും പറയല്ലേ? എന്നിട്ട് എന്താ റിപ്പോർട്ട്? എന്നാ ശരി, എന്താ റിപ്പോർട്ട്?
അല്ല, third party പരാതി ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഓഡിയോ ഒക്കെ കൊടുത്തു, തേർഡ് പാർട്ടി പരാതി ഉണ്ടായിരുന്നുള്ളൂ. അവർക്കില്ലാത്ത പരാതി നിങ്ങൾക്ക് എങ്ങനെ വരും? അല്ല, ഇപ്പൊ third party പരാതി അല്ലല്ലോ. ഇപ്പൊ വന്നത് ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായിട്ട് അന്വേഷിക്കട്ടെ. എന്താ തെറ്റ്? പരാതി കൊടുത്തു. പോലീസ് പിന്നെന്തിനാ ഇരിക്കുന്നത് ഇവിടെ? പോലീസിന്റെ ജോലി എന്താ? ആഭ്യന്തര വകുപ്പിന്റെ ജോലി എന്താ? തെളിവ് കിട്ടിയിട്ട് എന്താ പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്നത്? കൈരളി പോയിട്ട് പിണറായിയോട് ചോദിക്കി. അല്ല, അത് പിണറായിയോട് ചോദിക്കി. പിണറായി അല്ലേ ആഭ്യന്തര വകുപ്പ്? ഞാനാണോ? രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തപ്പോഴാണ്, അങ്ങനെയുള്ള അഭിപ്രായം പറഞ്ഞപ്പോഴാണ് താങ്കൾ ഇപ്പോഴും അല്ല ഒരു കാര്യം, നിങ്ങൾക്ക് ഇത് മൃദുവായി തോന്നിച്ചാൽ അത് നിങ്ങളുടെ ഒരു കുഴപ്പമാണ്. പിന്നെ ആരാ സ്ട്രോങ് ആരാ ലേറ്റ് എന്നൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തരണ്ട. അത് നിയമത്തിന്റെ വഴിക്ക് അന്വേഷിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ പറയാം. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.